നമസ്കാരം. വിവാഹത്തിന് പണം കണ്ടെത്താൻ തൊഴിലുടമയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ പ്രവാസിയായ യുവതിക്കും കാമുകനും അലൈൻ ക്രിമിനൽ കോടതി 3 മാസം തടവ് ശിക്ഷ വിധിച്ചു. എത്യോപ്യൻ യുവതിക്കും കാമുകനുമാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇരുവരെയും നാടുകടത്താനും കോടതി ഉത്തരവിട്ടു. 25-കാരിയായ വീട്ടുജോലിക്കാരിയും കാമുകനും ചേർന്നാണ് വിലപിടിപ്പുള്ള വസ്തുക്കളും 5000 ദിർഹം ഉൾപ്പെടെയുള്ള പണവും പല തവണകളായി മോഷ്ടിച്ചത്. കഴിഞ്ഞ മെയ് 25-നാണ് സംഭവങ്ങൾക്ക് ആസ്പദമായ കേസ് രജിസ്റ്റർ ചെയ്തത്. പുതുതായി ജോലിക്കെത്തിയ യുവതി പുറത്തു നിന്നുള്ള ഒരാളുമായി ചേർന്ന് മുറിയിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയെന്ന് ആരോപിച്ച് തൊഴിലുടമ ഫലാജ് ഹസൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. മറ്റൊരു വീട്ടുജോലിക്കാരി തൊഴിലുടമയോട് ചില സംശയാസ്പദമായ കാര്യങ്ങൾ സൂചിപ്പിച്ചതിനെ തുടർന്നാണ് മോഷണ വിവരം പുറത്തു വന്നത്. വീട്ടിലെത്തിയ തൊഴിലുടമയും സഹോദരിയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ യുവതിയുടെ കാമുകൻ പലതവണ വീട്ടിൽ കടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. സമീപത്തെ വീടുകളിലെ CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും പോലീസ് അന്വേഷണത്തിൽ നിർണായക തെളിവായി. രക്ഷപ്പെടുന്നതിനിടെ മോഷ്ടാവ് അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച ആഭരണപ്പെട്ടിയിൽ നിന്ന് കൂടുതൽ തെളിവുകളും ലഭിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തതോടെ യുവതി കുറ്റം സമ്മതിച്ചു. തൊഴിലുടമയുടെ വീട്ടിൽ ജോലി കയറുന്നതിന് മുമ്പ് തന്നെ കാമുകനെ പരിചയമുണ്ടായിരുന്നുവെന്നും വേഗത്തിൽ പണമുണ്ടാക്കി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോയി വിവാഹം കഴിക്കുന്നതിനായി കാമുകൻ നിർബന്ധിച്ചതുകൊണ്ടാണ് മോഷണം നടത്തിയതെന്നും യുവതി മൊഴി നൽകി. തൊഴിലുടമയുടെ മക്കളുടെ സ്വർണ്ണാഭരണങ്ങൾ പലപ്പോഴായി മോഷ്ടിച്ചതായി യുവതി സമ്മതിച്ചു. കാമുകൻ ആദ്യം കുറ്റം നിഷേധിച്ചെങ്കിലും CCTV ദൃശ്യങ്ങളും യുവതിയുടെ മൊഴിയും മുന്നിൽ വെച്ചപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. വിവാഹം കഴിക്കാൻ പണം കണ്ടെത്താനുള്ള ശ്രമമാണ് പ്രവാസികളായ യുവതിയെയും കാമുകനെയും കുരുക്കിലാക്കിയത്.